കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഫോക്കസിനൊപ്പം തന്നെ പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ അത്യാവശ്യമുണ്ട്. അതിന് സഹായിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് എനിക്കിത് സഹായമായത് ഈ 2 പുസ്തകങ്ങളാണ്. ഇത് നമ്മൾ വായിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട്, കുട്ടികൾക്ക് ലളിതമായ ഭാഷയിൽ ഇത് പറഞ്ഞു കൊടുത്ത് നമ്മൾ കൊച്ചു കൂട്ടുകാർക്കും അവരുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ അത്യാവശ്യം എന്താണ് എന്നുള്ളത് ഈസോപ്പ് കഥയിൽ ചെറിയൊരു കഥ എൻ്റെതായ ഭാവനയിൽ ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. പണ്ട് കാട്ടിൽ ഒരു അതീവ സമർത്ഥനായ ബുദ്ധിശാലിയായ ഒരു കുറുക്കനുണ്ടായിരുന്നു. കുറുക്കൻ ഇങ്ങനെ കാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്കയുടെ വായിൽ നെയ്യപ്പവും കൊണ്ട് ഒരു കാക്ക പോകുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ തന്നെ കുറുക്കന് വായിൽ വെള്ളം വന്ന് കൊതിയായി. ഇതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന് കുറുക്കൻ ആഗ്രഹിച്ചു. കുറുക്കൻ എന്ത് ചെയ്തു? ഈ കാക്കയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കാക്കയാകട്ടെ ഒരു മരക്കൊമ്പിൽ ഇത് കഴിക്കാനായിട്ട് ഇരിക്കുന്നു. ബുദ്ധിശാലിയായ കുറുക്കൻ എന്ത് ചെയ്തു? കാക്കയെടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കാക്ക അതൊന്നും ഗവനിച്ചതേയില്ല. നീ ഈ കാട്ടിൽ പുതിയതാണല്ലോ, നിന്നെ ഈ കാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, നീ അതീവ സുന്ദരിയാണല്ലോ, ഇതൊക്കെ ചോദിച്ചിട്ടും കാക്ക ആദ്യം ഒന്നും മിണ്ടിയില്ല. കുറേ നേരം പല രീതിയിലുള്ള തമാശകളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടും കാക്ക എന്നിട്ടും കുറുക്കനോട് പ്രതികരിച്ചില്ല. നിന്റെ പാട്ട് വളരെ ഭംഗിയുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും ഇതുപോലെ പാടാൻ കഴിയുകയില്ല, നീ ഒന്ന് പാട്ട് പാടുമോ? ഈ തന്ത്രത്തിൽ കാക്ക വീണുപോയി. കാക്ക എന്ത് ചെയ്തു? കാന്ന് കരഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ തന്നെ നെയ്യപ്പം വായിൽ നിന്ന് താഴെ വീണു. കുറുക്കനത് കൈക്കലുമാക്കി. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് എൻ്റെ നെയ്യപ്പമാണ്, അത് തിരിച്ചു തരുമെന്ന് കാക്ക പറഞ്ഞപ്പോൾ ഞാൻ പലതും പറയാം, എൻ്റെ ആവശ്യമാണ് എനിക്കത് തട്ടിയെടുക്കണമെന്നുള്ളത്. അത് കുറുക്കൻ തട്ടിയെടുത്ത് അത് ഭക്ഷിക്കുകയും ചെയ്തു. കാക്കയോട് കുറുക്കൻ കൊടുത്ത മറുപടി, ഒരുപാട് പൊങ്ങിച്ചം പറയുമ്പോൾ, മുഖസ്തുതി പറയുമ്പോൾ നീ അതിൽ വീഴാൻ പാടില്ലായിരുന്നു. ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏക ഗുണപാഠം പ്രസൻസ് ഓഫ് മൈൻഡാണ് ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ആ ഒരു ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ വായിൽ നിന്നും കാലിന് ശബ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ ആ നെയ്യപ്പം താഴേക്ക് വീഴുമെന്നുള്ള പ്രസൻസ് ഓഫ് മൈൻഡ്, അതീവ ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെ കോൺസെൻട്രേഷനോട് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നാലും ചില സമയങ്ങളിൽ ആ പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളവരാണ് ഏറ്റവും മുൻനിരയിലെത്തുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവന്മാരും പട്ടാളം മേധാവികളും ഒക്കെ ആയിട്ടിരിക്കുന്നത് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് കറക്റ്റായിട്ട് കിട്ടുമ്പോഴാണ്. എല്ലാവരിലും ഉണ്ട് വളരെ നല്ല ശീലങ്ങൾ പിന്തുടർന്ന് ടെൻഷനില്ലാത്തൊരു മനസ്സുണ്ടായാൽ ഇത് നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും. കൃത്യമായ മെഡിറ്റേഷനിലൂടെയും വളരെ നേരത്തെ ഉറങ്ങി നേരത്തെ എണ്ണിക്കുകയും ആരോഗ്യവും പ്രതിരോധശേഷിയും ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചും എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റുകൾ പ്രത്യേകിച്ച് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് മാത്രം ഓരോ നിമിഷവും കടന്നു പോകണം. അപ്പോൾ നമുക്ക് ഒരു പ്രതിസന്ധിയും നമ്മുടെ മനസ്സിനെ ബാധിക്കത്തില്ല. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. സുരക്ഷിതവും ആരോഗ്യവും സന്തോഷകരമായ ഒരു അന്തരീക്ഷവും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം 18 വയസ്സിൽ താഴെ വരെ ഇവർക്ക് ഓരോ ദിവസവും ഇതെങ്ങനെ ഇവർ കടന്നു പോകണമെന്ന് നമ്മൾ സഹായിച്ചും ഗൈഡ് ചെയ്തും കൊടുക്കണം. അതിന് ഏറ്റവും സഹായമാകുന്ന ഒരു ബുക്കാണ് തിസ് നാറ്റ് ഹാൻ്റെ ഓരോ ശ്വാസവും ശാന്തി. ഇതിലെ ഓരോ പാഠങ്ങളായിട്ട് ഓരോ ദിവസവും ഞാനിത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അതുപോലെ എക്കാർട്ട് ടോളയുടെ ദ പവർ ഓഫ് നോ. ഇത് രണ്ടും മൈൻഡിൻ്റെ കൺട്രോൾ, ആത്മവിശ്വാസം കൂടാനും മനസ്സ് കൺട്രോളിലെത്താനും സഹായിക്കുന്നതാണ്. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കും വളരെ ഉപകാരപ്പെടുന്നതാണ്.